ഓക്കെ, നമ്മൾ ഡിഗ്രി പ്രിലിംസ് എക്കണോമിക്സിൻ്റെ PYQ സെക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മൂന്നാമത്തതും അവസാനത്തതുമായ ക്ലാസ്സാണ്. അപ്പോൾ ഇതോടെ എക്കണോമിക്സ് കംപ്ലീറ്റ് ആവും. പതിവ് പോലെ നമ്മൾ നേരെ ചോദ്യം നോക്കുന്നു, അതിനുശേഷം ഉത്തരത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് അബൌട്ട് GST? First one, the GST Council comprises the Prime Minister and Chief Ministers of all states. Second, the Kelkar Task Force on Indirect Taxes first proposed the idea of a national-wide GST in India. Third, the GST Council is chaired by the Prime Minister of India. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ മോണിറ്ററി പോളിസി ഓഫ് RBI? First one, RBI shall publish the monetary policy report once in every 6 months. Second, the Governor of Reserve Bank of India is the ex officio chairperson of the Monetary Policy Committee. Third, the MPC consists of 7 members. Next question, automatic fiscal stabilizers are: option A, changes in taxes and government transfer payments that occur when the level of income changes. Option B, changes in the level of income that occurs due to changes in tax rates and government transfer payments. C, variables that lead to an increase in public revenue. Option D, changes in government expenditure that lead to an increase in income levels. ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. ദ GST Council comprises the Prime Minister and Chief Ministers of all states. തേർഡ്, ദ GST Council is chaired by the Prime Minister of India. അതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ദ കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഡയറക്റ്റ് ടാക്സസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ദ ഐഡിയ ഓഫ് എൻ നാഷണൽ വൈഡ് GST ഇൻ ഇന്ത്യ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 കറക്റ്റ് അബൌട്ട് ദ മോണിറ്ററി പോളിസി ഓഫ് RBI അതാണ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, RBI ഷാൾ പബ്ലിഷ് ദ മോണിറ്ററി പോളിസി റിപ്പോർട്ട് വൺസ് ഇൻ എവറി 6 months. Second, the Governor of the Reserve Bank of India is the ex officio chairperson of the Monetary Policy Committee. അത് രണ്ടാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് ആർ ചേഞ്ചസ് ഇൻ ടാക്സസ് ആൻഡ് ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ദാറ്റ് ഒക്കർ വെൻ ദ ലെവൽ ഓഫ് ഇൻകം ചേഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? അത് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ആസ് പെർ ദ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 ഈസ്: ഓപ്ഷൻ എ 5.9%, ഓപ്ഷൻ ബി 5.1%, ഓപ്ഷൻ സി 5.8%, ഓപ്ഷൻ ഡി 6.4%. ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. 1, 2 and 3. അതെന്തൊക്കെ നോക്കാം. ഗ്രോസ് നാഷണൽ ഇൻകം ഈക്വൽ ടു GDP പ്ലസ് പ്രൈമറി ഇൻകം റിസീവബിൾ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് പ്രൈമറി ഇൻകം പേയബിൾ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. സെക്കൻഡ്, ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറൻറ്റ് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറൻറ്റ് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. തേർഡ്, ഗ്രോസ് നാഷണൽ ഡിസ്പോസബിൾ ഇൻകം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രോസ് സേവിങ്സ് ആൻഡ് ഫൈനൽ കൺസപ്ഷൻ. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആസ് പെർ ദ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 ഈസ്: ഓപ്ഷൻ സി ആണ് 5.8%. നെക്സ്റ്റ് സെറ്റ് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് ദ മെയിൻ തീം ഓഫ് ഇന്ത്യാസ് 12th 5-year പ്ലാൻ 2012-17? ഓപ്ഷൻ എ ഗരീബി ഹട്ടാവോ, ബി ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഓപ്ഷൻ സി ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി, ഓപ്ഷൻ ഡി പോവർട്ടി അലിവേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഫസ്റ്റ് വൺ, RBI ഈസ് എ മെമ്പർ ഓഫ് IMF. സെക്കൻഡ്, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 1, 1935. തേർഡ്, ഉഷ തൊറാട്ട് വാസ് ദ ഫസ്റ്റ് വുമൺ RBI ഗവർണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സസ് വിൽ ബി ലെവീഡ് ഓൺ imports under GST? Options A CGST, B IGST, C SGST, D all of the above. നമുക്ക് ആൻസർ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് ദ മെയിൻ തീം ഓഫ് ഇന്ത്യാസ് 12th 5-year പ്ലാൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് 12th 5-year പ്ലാൻ്റെ മെയിൻ തീമാണ്. ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ല.
നെക്സ്റ്റ് ആൻസർ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സസ് വിൽ ബി ലെവീഡ് ഓൺ ഇമ്പോർട്ട്സ് അണ്ടർ GST. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, IGST. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഈക്വൽ ടു ഓപ്ഷൻ എ റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, ഓപ്ഷൻ സി പ്രൈമറി ഡെഫിസിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ ഡി റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. നെക്സ്റ്റ്, ദ റിപ്പോർട്ട് ടൈറ്റിൽ ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ഓഫ് ഇക്കണോമിക് സർവേ 2024 ഈസ് ഓതേർഡ് ബൈ ഓപ്ഷൻസ് എ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ, ബി മിസ്റ്റർ സത്യേന്ദ്ര കിഷോർ, സി വി അനന്തനാഗേശ്വരൻ, ഡി ശ്രീ എസ് രാമകൃഷ്ണൻ. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഈക്വൽ ടു ഓപ്ഷൻ എ ആണ് കറക്റ്റ്, റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. നെക്സ്റ്റ്, ദ റിപ്പോർട്ട് ടൈറ്റിൽ ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ഓഫ് എക്കണോമിക് സർവേ 2024 ഈസ് ഓതേർഡ് ബൈ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വി അനന്തനാഗേശ്വരൻ. നെക്സ്റ്റ് സെറ്റ് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം? ഓപ്ഷൻസ് എ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ബി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, സി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഡി പേഴ്സണൽ ഇൻകം. നെക്സ്റ്റ്, വിച്ച് 5-year പ്ലാൻ എയിംഡ് അറ്റ് അച്ചീവിംഗ് ഗരീബി ഹട്ടാവോ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി? ഓപ്ഷൻസ് എ 3rd 5-year പ്ലാൻ, ബി 4th 5-year പ്ലാൻ, സി 6th 5-year പ്ലാൻ, ഡി 5th 5-year പ്ലാൻ. നമുക്ക് ആൻസർ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. നെക്സ്റ്റ്, വിച്ച് 5-year പ്ലാൻ എയിംഡ് അറ്റ് അച്ചീവിംഗ് ഗരീബി ഹട്ടാവോ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി? 5th 5-year പ്ലാൻ ആണ്. ഇത് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 5th 5-year പ്ലാൻ ഓർത്ത് വെക്കുക, ഗരീബി ഹട്ടാവോ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ കമ്പോസിഷൻ ഓഫ് നീതി ആയോഗ്? ഫസ്റ്റ് വൺ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. സെക്കൻഡ്, നീതി ആയോഗ് ഹാസ് എ ഫിക്സഡ് 5-year tenure ലൈക്ക് ദ പ്ലാനിംഗ് കമ്മീഷൻ. തേർഡ്, ദ ഗവേണിംഗ് ബോഡി ഓഫ് നീതി ആയോഗ് ഇൻക്ലൂഡ്സ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. ഫോർത്ത്, നീതി ആയോഗ് ഈസ് ആൻ ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. First, tax revenue is collected from both individuals and business, while non-tax revenue is collected only from business. Second, tax revenue is collected by imposing compulsory levies, while non-tax revenue comes from the government services, fees and investments. Third, both tax and non-tax revenue are compulsory payments to the government. Fourth, non-tax revenue includes penalties and fines, but not interest receipts. നമുക്ക് ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ അബൌട്ട് ദ കോമ്പോസിഷൻ ഓഫ് നീതി ആയോഗ്? സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം ആണ് കറക്റ്റ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ദ ഗവേണിംഗ് ബോഡി ഓഫ് നീതി ആയോഗ് ഇൻക്ലൂഡ്സ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ഓപ്ഷൻ ബി, ഓൺലി 2 ആണ് കറക്റ്റ്. ടാക്സ് റവന്യൂ ഈസ് കളക്റ്റഡ് ബൈ ഇമ്പോസിംഗ് കമ്പൾസറി ലെവീസ്, വൈൽ നോൺ ടാക്സ് റവന്യൂ കംസ് ഫ്രം ഗവൺമെൻറ് സർവീസസ്, ഫീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ്സ് റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്? ഓപ്ഷൻ എ, റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ റവന്യൂ റെസീവ്സ് ആർ ലെസ് ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, whereas physical deficit represents the excess of total expenditure over total revenue excluding borrowings. Option B, revenue deficit refers to the difference between total revenue and total expenditure, while physical deficit is only related to tax collections excluding public borrowings. Option C, revenue deficit includes capital expenditures excluding borrowings, while physical deficit includes revenue and capital expenditures. Option D, revenue deficit is the difference between revenue receipts and revenue expenditure, whereas physical deficit represents the excess of total expenditure over total revenue including borrowings. അതിൻ്റെ ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ്സ് റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് വെൻ റവന്യൂ റെസീവ്സ് ആർ ലെസ് ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, whereas physical deficit represent the excess of total expenditure over total revenue excluding borrowings.
നെക്സ്റ്റ് സെറ്റ് നോക്കാം. ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ് ഓപ്ഷൻസ് എ ഇൻക്രീസ് ഇൻ ഓവറോൾ വെൽഫെയർ, ബി നോൺ ഇമ്പാക്റ്റ് ഓൺ വെൽഫെയർ, സി വൈഡനിങ് ഇൻകം ഇനീക്വാളിറ്റി, ഡി റിഡക്ഷൻ ഇൻ പോവർട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ RBI's decision to reduce the cash reserve ratio primarily aims at options A curtailing inflation, B reducing fiscal deficit, C increasing liquidity, D strengthening rupee value. Next, a simultaneous rise in GDP and fiscal deficit suggests option A government is reducing expenditure, B government is following expansionary fiscal policy, C private sector contraction, D monetary tightening. നമുക്ക് ആൻസർ നോക്കാം. ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിക്കേറ്റ്സ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്, വൈഡനിങ് ഇൻകം ഇനീക്വാളിറ്റി. നെക്സ്റ്റ്, ദ RBI's decision to reduce the cash reserve ratio primarily aims at ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഇൻക്രീസിങ് ലിക്വിഡിറ്റി. നെക്സ്റ്റ്, എ സൈമിൾട്ടേനിയസ് റൈസ് ഇൻ GDP ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് സജസ്റ്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഗവൺമെൻറ് ഈസ് ഫോളോയിങ് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി. ഇനി നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് മെഷർ ടു ഇവാലുവേറ്റ് ദ വെൽഫെയർ ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്? ഓപ്ഷൻസ് എ നോമിനൽ GDP, ബി റിയൽ GDP, സി HDI, ഡി PCI. നെക്സ്റ്റ്, അസേഷൻ. നീതി ആയോഗ് എംഫസൈസ് ബോട്ടം അപ്പ് പ്ലാനിംഗ്. റീസൺ, ഇറ്റ് ഹാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ടു അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു സ്റ്റേറ്റ്സ്. ഓപ്ഷൻസ് എ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Option B, both A and R are true but R is not the correct explanation of A. C, A is true but R is false. D, A is false but R is true. ആൻസർ നോക്കാം. വിച്ച് among the following is the best measure to evaluate the welfare impact of economic growth? ആൻസർ ഓപ്ഷൻ സി ആണ്, HDI, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. നെക്സ്റ്റ്, അസേർഷൻ റീസൺ ആണ്. നീതി ആയോഗ് എംഫസൈസസ് ബോട്ടം അപ്പ് പ്ലാനിംഗ്. Reason, it has constitutional authority to allocate financial resources to states. Option C ആണ് കറക്റ്റ്, A is true but R is false. നീതി ആയോഗ് എംഫസൈസസ് ബോട്ടം അപ്പ് പ്ലാനിങ്, അത് മാത്രമേ കറക്റ്റുള്ളൂ. റീസൺ തെറ്റാണ്. ഇതോടെ ഡിഗ്രി പ്രിലിംസിന് ഇതുവരെ ചോദിച്ച എക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു. ഇനി ഇതുപോലെ IT ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പം വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.